അസ്സലാമു എൻ്റെ പേര് ജാബിർ എന്നാണ്. പള്ളുരുത്തിയാണ് സ്ഥലം, കൊച്ചിയിൽ. അപ്പോൾ ചോദ്യം ഹനീഫ് ഖാനടുത്താണ്. ഹനീഫ് ഖാൻ്റെ ഒരു വോയിസ് ഉണ്ട്, അതൊന്ന് ഇട്ടിട്ടൊന്ന് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കുഴപ്പമില്ലല്ലോ, നിങ്ങളെ വിഷയം പറഞ്ഞാൽ മതി. 9 മണി ആയിട്ടുണ്ട്. അല്ല, ജസ്റ്റ് ഒരു 8 മിനിറ്റത്തെ കേസുള്ളൂ. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച ഒരൊറ്റ ഹദീസും ഞങ്ങൾ തള്ളുകയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? രണ്ട്, അങ്ങനെ തള്ളുകയില്ല, ഞങ്ങളത് മുഴുവൻ സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ അത് നിങ്ങളുടെ നേതാവ് എന്ന് നിങ്ങൾ പറയുന്ന ഹുസൈൻ മടവൂരിനെ കൊണ്ട് ഈ പരപ്പനങ്ങാടിയിൽ ഒന്ന് പറയിപ്പിക്കാൻ ആണത്തമുണ്ടോ? നിങ്ങൾക്ക് പറയാൻ ആണത്തമുണ്ടോ മടവൂരിന്? എന്ന് പറയട്ടെ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുഴുവൻ ഹദീസുകളും മുത്തഫഖുൻ അലൈഹിയായ മുഴുവൻ ഹദീസുകളും സ്വീകരിക്കേണ്ടതില്ല. അത് സലഫികളുടെ മാർഗമല്ല. അങ്ങനെ പറയുന്നത് പിഴച്ചവാദമാണ്, നവയാഥാസ്ഥിതികതയാണ്. ഇതിങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? ഞാൻ ഒരു 8 വർഷം മുമ്പ് ISMൻ്റെ പ്രവർത്തകനായിരുന്നു. അപ്പം അന്ന് എൻ്റെ ഒരു വിശ്വാസം ജിന്ന് ബാധിക്കൂല എന്നുള്ളതായിരുന്നു. പിന്നീട് അനസ് മൗലവിനെയും മുജാഹിദ് ബാലിഷിനെയും എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ആളുകളാണ്. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ അനസ് മൗലവിൻ്റെ പ്രോഗ്രാമുകൾ കാണാൻ തുടങ്ങി. മടവൂരുകൾക്ക് കൊടുത്ത പ്രോഗ്രാമിൽ നിന്നാണ് മനസ്സിലായത് ജിന്ന് ബാധിക്കുമെന്ന് മനസ്സിലായത്. അങ്ങനെ അദ്ദേഹം കുറച്ച് പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ പറഞ്ഞു. ആ പുസ്തകങ്ങൾ റെഫർ ചെയ്തു. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് അൻസാർ നെന്മണ്ട കുത്തുബയിൽ പറഞ്ഞു ജിന്ന് ബാധിക്കൂലെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അൻസാർ നെന്മണ്ട പറഞ്ഞു ജിന്ന് ബാധിക്കും, ജിന്ന് ബാധിച്ചാൽ KJU പറഞ്ഞേക്കണം മന്ത്രിക്കണമെന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ഇതിനെ തിരുത്തിക്കൊണ്ട് ഹുസൈൻ മടവൂർ പറഞ്ഞു വസ്വാസ് മാത്രമേ ജിന്ന് ചെയ്യുള്ളൂ മനുഷ്യനോട്, അത് ഖുർആനിലുള്ളതാണെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അനസ് മൗലവി തന്നെ തിരിച്ച് പറഞ്ഞു 19ഓളം ഇടങ്ങളിൽ മനുഷ്യനെ ജിന്നുകൾ ഇടങ്ങേറാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പിശാച് ബാധയുള്ള ഒരാൾ അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് തന്നെ പറഞ്ഞു. ഇവിടുത്തെ ചോദ്യം എന്താ വെച്ചാല് ഈ പറഞ്ഞ ഈ സിഹിറിനെയും ഹദീസിനെയും മുത്തഫക്കുനായിട്ടുള്ള ഹദീസുകളെയും നിഷേധിക്കുന്ന ഹുസൈൻ മടവൂര് എല്ലാ ഹദീസുകളെയും ഞങ്ങൾ അംഗീകരിക്കും എന്ന് ഹനീഫാക്കാക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും? ഹുസൈൻ മടവൂരിന് ആ വെല്ലുവിളിച്ചില്ല, പരപ്പനങ്ങാടി നിന്ന് വിളിച്ച വെല്ലുവിളി ഇവിടെ നിന്ന് വിളിച്ചാൽ മാഷാ അല്ലാ ഈ ജനങ്ങൾക്ക് ഹയറായിരിക്കും. കാരണം നമ്മൾ ലയിച്ച ആൾക്കാരാണല്ലോ, നമ്മൾ ആദർശത്തിൽ ലയിച്ച ആൾക്കാരാണ്. പക്ഷേ 2 ആദർശവും 2 അക്കീദയുമായിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. ആദർശത്തിൽ ലയിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്നേഹത്തോടെ ആയിരിക്കണം ലയിക്കേണ്ടത്. ഒരിക്കലും സംഘടനയോടുള്ള ഭക്തി കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ദീനിൽ ഒന്നാകാൻ പാടില്ല. ഇവിടെ സഹോദരനടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, അത് വിസ്ഡം വിഭാഗത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും മനസ്സിലാക്കേണ്ടത് എന്താണ് ദീനീ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്നതാണ്. ദീനീ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു നിലപാടുണ്ട്. ചില ആളുകളൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്താ ജമിയത്തുൽ ഉലമ നിലപാട് പറയാത്തത്, എന്താ KNM നിലപാട് പറയാത്തത് എന്ന് ചോദിക്കാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദീനുമായ ഏത് വിഷയത്തിലും ഖുർആനും സുന്നത്തുമാണ് പ്രമാണങ്ങൾ. 1. രണ്ടാമത്തേത്, ഈ ഖുർആനും സുന്നത്തും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിന് ഒരു രീതിയുണ്ട്. അത് ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ മനസ്സിലാക്കിയാൽ പോരാ. ഖുർആനും സുന്നത്തും ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ മനസ്സിലാക്കിയാൽ പോരാ. ഇത് മുജാഹിദുകൾ ഇന്നോ ഇന്നലെയോ പറയാൻ തുടങ്ങിയതല്ല. എൻ്റെ കയ്യിലുള്ളത് AP അബ്ദുൽ ഖാദിർ മൗലവിയും KP മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയും റഹിമഹുമുല്ലാ അവർ 2 പേരും കൂടി എഴുതിയ തഖ്ലീദ് ഒരു പഠനം എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ സലഫി മദ്ഹബ് എന്നാൽ എന്ത് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ അധ്യായത്തിൽ അവരെഴുതുന്നു, പൂർവ്വ മുസ്ലിം സജ്ജനങ്ങളുടെ
സ്വഹാബികൾ, താബികൾ മുതലായവർ ചിന്താരീതിയെയാണ് സലഫി മദ്ഹബ് എന്ന് വിളിക്കുന്നത്. മദ്ഹബുകളുടെ തറവാട്ടിൽ ഒരു പുതിയ അംഗത്തെ കുടിയിരുത്തുകയും അതുമുഖേന തഖ്ലീദിന്റെ ഒരു പുതിയ പതിപ്പ് കൂടി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതല്ല സലഫി മദ്ഹബ് എന്നതുകൊണ്ടുള്ള വിവക്ഷ. മദ്ഹബുകളും തഖ്ലീദുകളും ഉത്ഭവിക്കുന്നതിന് മുമ്പ് ജീവിച്ച സലഫു സാലിഹ് അഥവാ പൂർവ്വകാല മുസ്ലിം സജ്ജനങ്ങൾ തങ്ങളെ അഭിമുഖീകരിച്ചിരുന്ന മതപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏത് മാർഗം സ്വീകരിച്ചിരുന്നുവോ ആ മാർഗത്തിനാണ് സലഫി മദ്ഹബ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആധാരമാക്കി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതായിരുന്നു അവരുടെ മാർഗം. തഖ്ലീദിന് ഇവിടെ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഇത് സലഫി മൻഹജ് എന്ന പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. ഇത് AP അബ്ദുൽ ഖാദർ മൗലവിയും KP മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയും കൂടി ചേർന്നെഴുതിയ പുസ്തകമാണ്. അപ്പൊ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും എങ്ങനെ മനസ്സിലാക്കണം? അത് ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെയാണോ മനസ്സിലാക്കേണ്ടത്? ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെയാണോ മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് വാദിക്കുന്ന സമസ്തക്കാർ ഈ പുളിക്കലിൽ നിന്ന് വിളിപ്പുറത്തുള്ള കൊട്ടപ്പുറത്ത് വെച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വാദപ്രതിവാദത്തിൽ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ എന്ന ആയത്ത് പാരായണം ചെയ്തു. എന്തുകൊണ്ട്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടാൻ ഈ ആയത്ത് തെളിവല്ല. നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ മനസ്സിലാക്കിയോ? ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബിയെ വിളിച്ചു തേടിയിട്ടില്ല, ഇസ്മായിൽ നബിയെ വിളിച്ചു തേടിയിട്ടില്ല, യാക്കൂബ് നബിയെ വിളിച്ചു തേടിയിട്ടില്ല, മറ്റൊരു നബിയെയും വിളിച്ചു തേടിയില്ല. പക്ഷെ ഈ ആയത്ത് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ നബിമാരെ വിളിക്കാൻ തുടങ്ങിയോ? അതല്ലെങ്കിൽ മഹാന്മാരെ വിളിക്കാൻ തുടങ്ങിയോ? ഈ ആയത്ത് ഓതിക്കേട്ട സ്വഹാബികൾ അതുവരെ ആരെയും വിളിച്ചിരുന്നില്ല അള്ളാഹുവിനെ അല്ലാതെ. ഇത് കേട്ടപ്പോ അവര് സുമയ്യ റളിയല്ലാഹുവിനെ വിളിക്കാൻ തുടങ്ങി, അതല്ലെങ്കിൽ ഹംസ റളിയല്ലാഹുവിനെ വിളിക്കാൻ തുടങ്ങി, അതല്ലെങ്കിൽ പൂർവികരായ നബിമാരെ വിളിക്കാൻ തുടങ്ങി. ഉണ്ടോ? ഇല്ല. ഈ ആയത്ത് അങ്ങനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായി അർത്ഥം പറയാൻ പാടില്ല. വിസ്ഡം വിഭാഗം രൂപീകരിക്കപ്പെട്ടു. സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. എന്തിന്? ജിന്നിനോടുള്ള സഹായാർത്ഥനയിൽ വസീലത്തു ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട് എന്ന് തെളിയിക്കാൻ സൂറത്തുൽ അൻആമിലെ ആയത്തോതി. അവിടെ കോഴിച്ചനയിലും നമ്മൾ ചോദിച്ചതാണ്, എവിടെ? ഇത് സലഫി മൻഹജാണല്ലോ നമ്മൾ പറയുന്നത്, മൻഹജു സലഫാണല്ലോ നമ്മൾ പറയുന്നത്, ഉണ്ടോ വല്ല പ്രമാണവും എന്ന് ചോദിച്ചു. ഒരു പ്രമാണവും പറയാൻ കഴിഞ്ഞില്ല. പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരും അതേപോലെ തന്നെ വായിച്ച ഖുർത്തുബിയൊക്കെ പിന്നെ അവർക്കെവിടെയും വായിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ തന്നെ ഒളിപ്പിക്കുന്ന അവസ്ഥയിലെത്തി. ഞാൻ പറഞ്ഞത്, ഒരു വാദം പറയുമ്പോ, ഒരു വിഷയം വരുമ്പോ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്ന നിലപാടിതാണ്. അത് ഏത് വിഷയത്തിലായാലും. ഇപ്പോ ഈ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ വിവാദമായ ഈ ജിന്നുബാധയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജിന്നുബാധ കേരളത്തിൽ ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമല്ല. മുമ്പ് മുതൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളെ, അതിന്റെ പേരിലുള്ള അനാചാരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം എമ്പാടും എതിർക്കുകയും ഈ സമൂഹത്തിൽ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയം ചർച്ച ചെയ്തു. ആ വിഷയം ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു. ആ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചത് ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായ TK മുഹീദ്ദീൻ ഉമരിയും M മുഹമ്മദ് മദനിയുമാണ്. അതേപോലെ KNM-ന്റെ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, ജനറൽ സെക്രട്ടറിയായ AP അബ്ദുൽ ഖാദർ മൗലവി, അന്നത്തെ ജമിയത്തുൽ ഉലമയുടെ ഫത്വ ബോർഡ് മെമ്പറായ SM ഐദീദ് തങ്ങൾ, ഫത്വ ബോർഡ് ചെയർമാനായ ഐദീദ് തങ്ങൾ, ഇവർ ഈ വിഷയത്തിൽ ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടായ ചില വിവാദങ്ങൾ, ആ വിവാദങ്ങൾ, അതിൽ ജമിയത്തുൽ ഉലമയുടെ നിലപാടെന്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഒരു സർക്കുലർ കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്ക് അയച്ചു. ആ അതിലെന്താ പറയുന്നത്?
മതപ്രബോധന രംഗത്ത് ജിന്ന് പിശാച് സീർ വിഷയങ്ങൾ ഏതാനും വിഷയങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അത് പൊതുജനങ്ങൾക്കിടയിൽ പോലും ആശയക്കുഴപ്പങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വൈജ്ഞാനികമായ വശം സൂചിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എന്താ പറയുന്നത്? അവന്റെ ഉപദ്രവങ്ങളും വസ്വാസുകളും കേവലം തോന്നലല്ലെന്നും അതുകൊണ്ട് തന്നെ അവനെതിരെ ജാഗ്രത കൈക്കൊള്ളണമെന്നും ഖുർആനും സുന്നത്തും അനുശാസിക്കുന്നുണ്ട്. ജീവിതത്തിൽ അള്ളാഹുവിനെ പരിപൂർണമായി അവലംബിക്കൽ, തവക്കുല്, പിശാചിൽ നിന്ന് അവനോട് രക്ഷ തേടൽ, ഇസ്തിആദത്ത്, അള്ളാഹുവിന്റെ റസൂലിൽ പഠിപ്പിച്ച ദിക്ർ, ദുആകൾ ജീവിതത്തിൽ പതിവാക്കൽ, വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസി, മുഅവ്വദത്തൈൻ പോലുള്ള ഹദീസിൽ വന്ന പോലെ അനുഷ്ഠിക്കൽ തുടങ്ങിയവ പിശാചിൽ നിന്നുള്ള രക്ഷാമാർഗം സ്വീകരിക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. എന്നാൽ പിശാചിന്റെ പേരിൽ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടാനെന്ന പേരിൽ ഉറുക്ക്, മന്ത്രം, ഏലസ്, നൂല്, ഹോമം എന്നിത്യാദി ചികിത്സാ രീതികളെ ഇസ്ലാം നിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ അത് കേവലം തോന്നല് മാത്രമല്ല, വസ്വാസ് മാത്രമല്ല എന്ന് ജംഇയ്യത്തുൽ ഉലമ നിലപാട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ നിലപാട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറഞ്ഞ പ്രമാണങ്ങളുടെയും മനഹജു സലഫിന്റെയും അടിസ്ഥാനത്തിലാണ്. നമുക്ക് കാണാം, ഐക്യത്തിന്റെ സന്ദർഭത്തിലും എടുത്ത തീരുമാനം അതാണ്. അതിനു മുമ്പ് ഭിന്നതയുണ്ടായപ്പോ ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തീരുമാനം ഈ മനഹജു സലഫാണ്. ഖുർആൻ സുന്നത്തോ അവനവന് തോന്നിയ പോലെ വ്യാഖ്യാനിച്ചൂടാ. അവന്റെ ബുദ്ധിക്ക് തോന്നിയതുപോലെ, ഓരോരുത്തരുടെയും ബുദ്ധിക്ക് തോന്നിയതുപോലെ അല്ല ഇത് വിശദീകരിക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ജംഇയ്യത്തുൽ ഉലമ ആദ്യത്തെ തീരുമാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോ അതിന്റെ ഒന്നാമത്തെ സിറ്റിംഗിൽ അന്ന് മർക്കസ് ദഅവയുടെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അതിന്റെ പ്രതിനിധികൾ പറഞ്ഞു, ജംഇയ്യത്തുൽ ഉലമയുടെ ചില തീരുമാനങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്, അതിൽ ചിലതൊന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അതിൽ പറഞ്ഞ ഒന്നാമത്തെ വിഷയം മനഹജു സലഫായിരുന്നു. ആ മനഹജു സലഫ് എന്ത് ചെയ്യണം? ഒന്നുകൂടി വിശദീകരിക്കണം, ഒന്നുകൂടി വ്യക്തമാക്കണം എന്ന് പറഞ്ഞു. മനഹജു സലഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു വിഭാഗവും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ആ പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. എന്താ തീരുമാനം? ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിനും സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമാണ് അവലംബിക്കേണ്ടത്. ഈ മാർഗമാണ് മനഹജു സലഫി സാലിഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനഹജ് പ്രമാണമല്ല, പ്രമാണങ്ങളോടുള്ള സമീപന രീതിയാണ്. സ്വഹാബത്തിന്റെ ഇജ്മാ എന്നത് ഒരു പ്രമാണമാണ്, മൻഹജല്ല. ഒരു സഹാബിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായം പ്രമാണമാണെന്ന് പറയാവതല്ല. ആ ഒറ്റപ്പെട്ട അഭിപ്രായമാണ് മനഹജ് സലഫ് സാലിഹ്, സച്ചരിതരായ മുൻഗാമികളുടെ മാർഗമെന്ന് പറയാവതുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് തെളിവായുള്ള ആയത്തുകളും ഹദീസുകളും അവിടെ കൊടുത്തു. ഇതാണ് പ്രമാണം. ഏത് വിഷയം വന്നാലും, ജിന്നിനോടുള്ള സഹായാർത്ഥനയായാലും, ജിന്ന് ബാധയായാലും, ജിന്നിനെ വിളിച്ചു തേടലായാലും, ജിന്നിനോട് വെളിച്ചം ചോദിക്കലായാലും ഒക്കെ ഇതാണ് മുജാഹിദുകൾ പ്രമാണമായി സ്വീകരിക്കുന്നത്. അതേപോലെ ഈ വിഷയത്തിൽ ചർച്ച നടന്നു. ജിന്ന് വിഷയം ചർച്ച ചെയ്തു. ഒന്നാമത്തെ സിറ്റിംഗിൽ തന്നെ പറഞ്ഞു, അന്ന് പിളർപ്പിന്റെ സമയത്ത് ഈ ജിന്നും സിഹറും ഇത്രയേറെ വിവാദമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജിന്ന്, സിഹ്റ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, ഹദീസ് നിഷേധം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ജിന്ന്, സിഹ്റ് വിഷയങ്ങളിൽ തീരുമാനമെടുത്തു. എന്താ തീരുമാനം? ജിന്ന്, സിഹ്റ് വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. ഏതാ നിലപാട്? ഞാൻ നേരത്തെ വായിച്ചതാണ് നിലപാട്. ഈ പുസ്തകത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ രേഖപ്പെടുത്തിയതാണ് നിലപാട്. ഞാനത് വിശദീകരിക്കാം. മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഇപ്പോ മർക്കസ് ദഅവക്കാരാണോ? അല്ല. എന്തുകൊണ്ട്? ഇതിലെ അടുത്ത വാചകം, എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു.
എന്ന വാചകം ഇതിൽ കാണാം. ഇത് എഴുതിയപ്പോ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ചിലർക്കുണ്ടായിരുന്നു എന്നാ ഉണ്ടായിരുന്നത്. അപ്പോ മറുഭാഗത്തുള്ള അലിമദനി ആവശ്യപ്പെട്ടു, ചിലർ എന്ന് പറയരുത്. കാരണം ചിലർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് ആളുകൾ വിചാരിക്കും, അതുകൊണ്ട് ചിലർ ഒഴിവാക്കണം. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടേതാ? കേരള ജംഇയ്യത്തുൽ ഉലമ നേരത്തെ മുഹീദ്ദീൻ ഉമരിയും അതേപോലെ തന്നെ മുഹമ്മദ് മദനിയും AP അബ്ദുൽ ഖാദർ മൗലവിയും TP അബ്ദുള്ള കോയ മദനിയും ഐദീദ് തങ്ങളും ഒപ്പിട്ട് രേഖപ്പെടുത്തിയ, അതേപോലെ തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്തിറക്കിയ ഈ പുസ്തകത്തിലെ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. വ്യക്തമായ നെസ്സില്ലാത്ത ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. ഇതാ ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം. അതുകൊണ്ടാ ഞങ്ങൾ ഇത് വിവാദമാക്കി പറയാതിരിക്കുന്നത്. എന്നാൽ നിലപാടുകൾ ചോദിക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിലെ നിലപാട് എന്ന് വിശദീകരിക്കേണ്ടതുണ്ടല്ലോ. അതിൽ നമുക്ക് കാണാൻ കഴിയും മുജാഹിദ് പ്രസ്ഥാനം, ഞാൻ നേരത്തെ വായിച്ച ഈ കത്ത് കേരള ജംഇയ്യത്തുൽ ഉലമ KNM-ന്റെ പ്രവർത്തകന്മാർക്ക് അയച്ച സർക്കുലർ ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് പ്രഖ്യാപിച്ചത് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എടുത്തുകൊടുത്തേ നമുക്ക് കാണാൻ കഴിയും. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അതെടുത്തു കൊടുത്തു. ഇനിയോ ഈ പിശാചിന്റെ ഇടപെടലുകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നത് കാണാം. എന്താ വിശദീകരിക്കുന്നത്? പിശാചിന്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കാൻ, പിശാച് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഭൗതികമായ പ്രതിഫലനങ്ങളെ കുറിച്ച് ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനെ നിഷേധിക്കുമ്പോൾ മറുവിഭാഗം എല്ലാ രോഗങ്ങളുടെയും മാനസിക പ്രശ്നങ്ങളുടെയും പിന്നിൽ ജിന്നിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് നിലപാടുകൾക്കും മധ്യേയാണ് നാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ നിലകൊള്ളുന്നത്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനങ്ങളും അവയുടെ അടിസ്ഥാനത്തിലുള്ള അഹ്ലുസുന്നയുടെ വീക്ഷണങ്ങളും ജിന്ന് മനുഷ്യ ശരീരത്തിൽ ഭൗതികമായ സ്വാധീനങ്ങൾ ചെലുത്തുമെന്ന് പഠിപ്പിക്കുന്നു. കേവല ബുദ്ധിയുടെ പേരിൽ ഈ വസ്തുതകളെ നിഷേധിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഖുർആൻ പറയുന്നത് നോക്കുക, الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. പലിശ തിന്നുന്നവൻ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. മനുഷ്യനെ പിശാച് ബാധിക്കുമെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ത്വബിരി, ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ നമുക്ക് കാണാം. ഈ പ്രമാണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുജാഹിദുകൾ നിലപാട് സ്വീകരിക്കുകയും അത് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ പിശാചിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി പ്രബോധനം നടത്തുന്നതിനേക്കാൾ ഇതിന്റെ പേരിൽ സമൂഹത്തിൽ നടക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ചൂഷണങ്ങളെ എതിർക്കുകയും ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളും മറ്റും നാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയുമാണ് ചെയ്തത് എന്നാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇത് ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന് പഠിപ്പിച്ചതാണ്. എന്നാൽ ഈ സമൂഹത്തിൽ ജിന്ന് ബാധ എന്ന പേരിൽ ചികിത്സകന്മാരുണ്ടായി, അടിച്ചിറക്കലുകൾ ഉണ്ടായി, വടിയെടുക്കുന്നവരുണ്ടായി, ഹോമം നടത്തുന്നവരുണ്ടായി. നമ്മളിപ്പോ കേൾക്കുന്നതാണല്ലോ, തൗഹീദിന്റെ പടവാളുകളാണ് ഞങ്ങളെന്ന് ഈ ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ആളുകളുടെ വീടുകളിലും കേന്ദ്രങ്ങളിലുമൊക്കെ മന്ത്രവാദം നടത്തിയ മന്ത്രവാദികളും മന്ത്രവാദിനികളും അത് സോഷ്യൽ മീഡിയകളിലൂടെ തുറന്നു പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ജംഇയ്യത്തുൽ ഉലമ അതിന്റെ നിലപാട് പറഞ്ഞു. ഒരാൾക്ക് രോഗമുണ്ടായത് പൈശാചിക ഉപദ്രവത്താലാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ വഴിയൊന്നുമില്ലെന്നും വഹി ലഭിക്കുന്ന ദൈവദൂതന് മാത്രമേ അത്തരമൊരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയൂ എന്നുമുള്ള
പണ്ഡിതന്മാരുടെ വീക്ഷണം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോ ആർക്കെങ്കിലും മാനസിക രോഗം വന്നാൽ ഇതാ ജിന്ന് ബാധിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾ വന്നോളൂ, ഞങ്ങൾ അടിച്ചിറക്കിത്തരാം, ഞങ്ങൾ തുപ്പിയിറക്കിത്തരാം, ഞങ്ങൾ ഓതിയിറക്കിത്തരാം എന്ന് പറയാനുള്ള ഒരു തെളിവുമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് സ്വീകരിച്ചത് എന്നിവിടെ വിശദീകരിക്കുകയുണ്ടായി. ആ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ച ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. ലാ യഖൂമൂന മിൻ ഖുബൂരിഹിം യൗമൽ ഖിയാമത്തി ഇല്ലാ കമാ യഖൂമുൽ മസ്റൂഉ ഹാല സ്വറഇഹി. പിശാച് ബാധ ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അയാൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. ഇമാം ഖുർത്തുബി ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്തിലുണ്ട് ദലീലുൻ അലാ ഫസാദി ഇൻകാരി മൻ അൻകറ സ്വറഅ മിൻ ജിഹത്തിൽ ജിന്നി. ജിന്ന് ബാധയെ നിഷേധിച്ച ആളുകൾക്കുള്ള മറുപടി ഈ ആയത്തിലുണ്ട്. അത് പ്രകൃതിയാ ഉണ്ടാകുന്നതാണ് എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു പിശാച് ബാധ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഈ ആയത്ത് എന്ന് ഇമാം ഖുർത്തുബി വിശദീകരിച്ചത് കാണാം. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലെത്തിയ ചിലരോട് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞതുപോലെയുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ആ ആയത്തുകൾക്ക് ഹദീസുകൾക്ക് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ പറയുന്നത് ജിന്ന് ബാധയുണ്ട്, എന്നാൽ ഒരാളുടെ രോഗം ജിന്ന് ബാധയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു നിർവാഹവുമില്ല. അത് വഹിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കേ കഴിയൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നയാളോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല സ്വയം ഒരാളോട് ചെയ്യാൻ കൽപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂല് നമ്മോട് ചെല്ലാൻ പറഞ്ഞ ദിക്റുകൾ, പ്രാർത്ഥനകൾ, അതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അപ്പോൾ ഏത് വിഷയമായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നതാണ് പറയാനുള്ളത്. ഇത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല, അൻസാറിന്റെ പ്രസംഗം വന്നതിന് ശേഷമല്ല, അതിനു മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചതാകട്ടെ മൻഹജുസ് സലഫ്, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങൾ മനസ്സിലാക്കുക എന്ന ഒരു രീതി സ്വീകരിച്ചത് കൊണ്ടാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ള നിലപാട് എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്.